ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ വീട്ടിലൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കും. ആ കുട്ടി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ 100ന് 100 മാർക്ക് വാങ്ങിക്കേണ്ട കുട്ടി 80 മാർക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ആ കുട്ടിയെ 100-ലോട്ട് എത്തിക്കാൻ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുക്കും. ഈ കുട്ടി 80 മാർക്ക് വാങ്ങിച്ചത് അതിൻ്റെ സ്വപ്രയത്നം കൊണ്ടാണെങ്കിൽ ആ 80 മാർക്കിൽ നമ്മൾ സംതൃപ്തിപ്പെടണം. കാരണം ആ കുട്ടി പഠിച്ച് അതെടുത്തതാണ്. ഈ കുട്ടി 80-ൽ നിന്ന് 100-ലേക്ക് ഏത് നിമിഷവും എത്താനുള്ള ത്രാണി ആ കുട്ടിക്ക് ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. അതേ പക്ഷം ആ 80 മാർക്ക് വാങ്ങിച്ച കുട്ടി കഠിനാധ്വാനത്താലും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുമ്പം 100 മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അതിനെ തളർത്തുന്നതിന് പകരം അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം കൊടുക്കുന്നതിന് പകരം മോനെ ഇത് ഇത്രയും വാങ്ങിച്ചത്, മോൾ ഇത്രയും വാങ്ങിച്ചത് വളരെ നല്ലത്, എന്തായാലും ഇനി ഇതിനേക്കാളും കൂടുതൽ കിട്ടും, നമുക്ക് ശ്രമിക്കാം എന്നൊരു ഉപദേശം മാത്രമേ അതിന് ആവശ്യമുള്ളൂ. കാരണം ആ കുട്ടി സ്വയം പഠിച്ചെടുത്തതാണ്. ഏത് കാര്യത്തിലും മിടുക്കനാവും, മിടുക്കിയാവും. കാരണം ആരുടെയും സഹായം കൂടാതെ ആ കുട്ടി പഠിച്ചെടുത്ത മാർക്കാണ്. അതിന് നമ്മൾ വീട്ടിലുള്ള ആരും, മറ്റുള്ളവരായാലും വേറെ ആൾക്കാരായാലും ഇത് സത്യം മനസ്സിലാക്കിയിട്ട് വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കുട്ടികൾ വളരെ മോശമായിരിക്കും പഠിക്കാൻ. വളരെ എന്ന് പറഞ്ഞാൽ വളരെ 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 മോശമായിരിക്കും പഠിക്കാൻ. പക്ഷെ ആ കുട്ടികളെയും നമ്മൾക്ക് നന്നായിട്ട് പഠിപ്പിച്ചെടുക്കാൻ കഴിയും. അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുത്ത്, അടിസ്ഥാന അക്ഷരങ്ങൾ ഇട്ടുകൊടുത്ത്, അതിനവർക്ക് ഉറപ്പ് കൊടുത്ത് ഇനി അതിലവർക്ക് തെറ്റ് വരില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ കുട്ടികളെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ആ കുട്ടിയും അറിഞ്ഞായാലും അറിയാതെയാലും ഉയർന്നുകൊണ്ടേയിരിക്കും. കുഞ്ഞുനാളിലുള്ള കുട്ടികളെ രക്ഷകർത്താക്കൾക്കും കൂടെ ഉള്ള ആൾക്കാർക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും മാത്രമേ ശരിയാക്കിയെടുക്കാൻ കഴിയൂ. അതിന് പകരം നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ വയലൻ്റാക്കി അവരെ ഒരു വികൃത ജീവിയാക്കി മാറ്റാനോ ആർക്കും കഴിയും. അതിന് പകരം കുഞ്ഞുങ്ങളുടെ കുറവുകൾ എവിടെയാണെന്നും കുറ്റങ്ങൾ എവിടെയാണെന്നും മനസ്സിലാക്കി അടിസ്ഥാനപരമായി തന്നെ പോകണം. ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ആയാലും അധ്യാപകരായാലും മറ്റുള്ളവരായാലും കുട്ടികൾക്ക് അടിസ്ഥാന അക്ഷരങ്ങൾ പോലും പഠിക്കണ്ട എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ പരം അപകടം എന്തുണ്ട്? ഇതിൽ പരം ആപത്ത് എന്തുണ്ട്? ഈ കുട്ടികളെ നമ്മൾ പൂർണ്ണമായിട്ടും മുതിർന്ന ആൾക്കാർ നശിപ്പിക്കുകയാണ്. അതിനുള്ള ഇടവരുത്താതെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആദ്യം കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ രക്ഷകർത്താക്കളും അധ്യാപകരും മുതിരണം. അതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ഭാഗ്യം വളരെ വലുതാണ്. നമ്മളുടെ ഈ രീതിയിലുള്ള ക്ഷമ അവരെ ഒരുപാട് ഉന്നതിയിലെത്തിക്കും. ഒരു കുഞ്ഞും മോശമായിട്ടല്ല ജനിക്കുന്നത്. ഒരു കുഞ്ഞും പഠിക്കാൻ വളരെ മോശമായിട്ടല്ല പഠിക്കുന്നത്. അവരെ അടിസ്ഥാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഉള്ള പഠനത്തിനനുസരിച്ച്, ഇപ്പോൾ ഉള്ള രീതിക്കനുസരിച്ച് കുട്ടികൾക്ക് അക്ഷരമേ വേണ്ട എന്നാണ് പറയുന്നത്. അക്ഷരമില്ലാതെ എങ്ങനെയാണ് വാചകങ്ങൾ വരുന്നത്, ബുക്കുകളാകുന്നത്? ഈ അക്ഷരത്തിലൂടെ മാത്രമേ നമുക്ക് എന്തും കീഴടക്കാൻ പറ്റുകയുള്ളൂ. അതാർക്കും സാധിക്കുന്ന കാര്യം തന്നെയാണ്. കുഞ്ഞിലേ അതിനുള്ള വഴി ഒരുക്കി കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളും അധ്യാപകരുമാണ്. നല്ല രീതിയിൽ നല്ല കുട്ടികളെ വാർത്തെടുക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടികൾക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ആൾക്കാർക്കും ഇത് സാധിക്കും. ഇതിന് ആരുടെയും പിൻബലം വേണ്ട. രക്ഷകർത്താക്കളും അധ്യാപകരും മാത്രം വിചാരിച്ചാൽ മതി. ഒരു കുഞ്ഞും നശിച്ചു പോകില്ല. ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം ഇല്ലാതെ വേദനിക്കുകയും ഇല്ല. അതിന് ഈ 2 കൂട്ടരും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനുള്ള ഭാഗ്യം കിട്ടണം. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടുകയും ചെയ്യും.
ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ.